ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായൊരു കഥയാണ്. കഥയുടെ പേര് ദ കിസ്സിംഗ് ഹാൻഡ് എന്നാണ്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ? അപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതൊരു പുതിയ സ്കൂളായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ പേടിയോ അല്ലെങ്കിൽ ഒരു സങ്കടമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. കാരണം നമ്മുടെ ഈ കഥയിൽ ഒരു പ്രധാന കഥാപാത്രമുണ്ട്. ആൾക്കും ഇതേപോലൊരു പേടിയുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ ആള്. ചെസ്റ്റർ എന്നാണ് പേര്. ഒരു കുഞ്ഞു റാക്കൂണാണ് കേട്ടോ. അപ്പോ കഥ തുടങ്ങുമ്പോഴേ ചെസ്റ്റർ വലിയ സങ്കടത്തിലാണ്. അവനൊരു കാടിന്റെ അരികിൽ നിന്നിങ്ങനെ കരയാണ്. എന്തായിരിക്കുമല്ലേ അവന്റെ പ്രശ്നം? അപ്പോ ചെസ്റ്റർ അവന്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മേ, എനിക്ക് സ്കൂളിൽ പോകണ്ട. നമുക്കും ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ഒരു പുതിയ സ്ഥലത്തേക്ക് പോവാനും പുതിയ കൂട്ടുകാരെ കാണാനുമൊക്കെ ഒരു ചെറിയ പേടി. അതേ പേടി തന്നെയായിരുന്നു ചെസ്റ്ററിനും. അപ്പോ എന്തുകൊണ്ടായിരിക്കും ചെസ്റ്ററിന് വീട്ടിൽ തന്നെ നിൽക്കാൻ ഇത്രയും ഇഷ്ടം? കാരണം സിമ്പിളാണ്. അവന് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കണം, പിന്നെ അവന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം, അവന്റെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളില്ലേ അതൊക്കെ വെച്ച് കളിക്കണം, നല്ല കഥാപുസ്തകങ്ങൾ വായിക്കണം, പിന്നെ ഊഞ്ഞാലിലിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെയായിരുന്നു അവന്റെ ഒരു ലോകം. അപ്പൊ പിന്നെ വീട് വിട്ടുപോകാൻ സങ്കടം വരില്ലേ? പക്ഷേ ചെസ്റ്റന്റെ അമ്മ മിസ്സസ് റക്കൂൺ ഒരു സാധാരണ അമ്മ ആയിരുന്നില്ല. അവരുടെ കയ്യിൽ സ്നേഹം നിറഞ്ഞൊരു രഹസ്യമുണ്ടായിരുന്നു. ചെസ്റ്റർ കരയുന്നത് കണ്ടിട്ട് അവർ ഒട്ടും ദേഷ്യപ്പെട്ടില്ല. പകരം അവൻ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് അവന്റെ സങ്കടം ശരിക്കും മനസ്സിലാക്കിയിട്ട് അവനെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, ചെസ്റ്ററെ, എന്റെ കയ്യിൽ ഒരു അത്ഭുത രഹസ്യമുണ്ട്. അത് നിന്റെ സ്കൂളിലെ രാത്രികളെ നമ്മുടെ വീട്ടിലെ പകലുകൾ പോലെ നല്ല സ്നേഹവും നല്ല ചൂടുമൊക്കെയുള്ളതാക്കി മാറ്റും. ഇത് കേട്ടതും ചെസ്റ്ററിന്റെ കരച്ചിലൊക്കെ പതുക്കെ നിന്നു. അവന് ആകാംക്ഷയായി, എന്തായിരിക്കും ആ രഹസ്യം? അപ്പൊ അമ്മ പറഞ്ഞു, ഇതൊരു സാധാരണ രഹസ്യമൊന്നുമല്ലാട്ടോ. ഇത് അമ്മമാരെ തലമുറകളായിട്ട് കൈമാറി വരുന്ന വളരെ പഴയ ഒരു പ്രത്യേകതയുള്ള രഹസ്യമാണ്. അതായത് ഈ രഹസ്യം ചെസ്റ്ററിന്റെ അമ്മയ്ക്ക് അവരുടെ അമ്മയിൽ നിന്നും അവർക്ക് അവരുടെ അമ്മയിൽ നിന്നുമൊക്കെ കിട്ടിയ ഒരു സ്നേഹരഹസ്യാണ്. അങ്ങനെ മിസ്സിസ് റാക്കൂൺ ആ രഹസ്യത്തിന്റെ പേര് അവനോട് പറഞ്ഞു, ദ കിസ്സിംഗ് ഹാൻഡ്. എന്തായിരിക്കുമല്ലേ ഈ കിസ്സിംഗ് ഹാൻഡ്? അതെങ്ങനെയാവും നമ്മുടെ ചെസ്റ്ററിനെ സഹായിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ കിസ്സിംഗ് ഹാൻഡ്? വളരെ സിമ്പിളാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഒരുമ അത് നമ്മുടെ കൂടെ എപ്പോഴും കൊണ്ടു നടക്കാനുള്ളൊരു പ്രത്യേക വഴിയാണിത്. നമ്മൾ എവിടെ പോയാലും ആ സ്നേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കൊള്ളാമല്ലേ? അമ്മ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. ആദ്യം തന്നെ ചെസ്റ്ററിന്റെ ആ കുഞ്ഞു കൈയില്ലേ, അതൊരു ഫാൻ പോലെ ഇങ്ങനെ വിടർത്തി പിടിച്ചു. എന്നിട്ടോ മുന്നോട്ട് കുനിഞ്ഞിട്ട് ആ കൈവെള്ളയുടെ കൃത്യ നടുവിലായിട്ട് ഒരു ഉമ്മ കൊടുത്തു. ആ ഉമ്മയുടെ ചൂട് അവന്റെ കൈയിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി അവന്റെ ഹൃദയത്തിലെത്തുന്നത് അവന് ശരിക്കും അറിയാൻ പറ്റും. എന്നിട്ട് അമ്മ പറഞ്ഞു, ചെസ്റ്ററെ, എപ്പോഴെങ്കിലും നിനക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ സ്നേഹം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഈ കൈ നിന്റെ കവിളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അമ്മ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലോർത്താൽ മതി. അപ്പോ ആ ഉമ്മ നിന്റെ മുഖത്തേക്കൊരു ചാട്ടം വരും. എന്നിട്ട് നിനക്ക് ഒരുപാട് സ്നേഹവും ധൈര്യവും തരും. അമ്മയുടെ ഈ ഒരു സ്നേഹസമ്മാനം കിട്ടിയതോടെ ചെസ്റ്ററിന്റെ പേടിയെല്ലാം എവിടെയോ പോയി. സ്കൂളിൽ പോകാനുള്ള സങ്കടമൊക്കെ മാറി. അവൻ പെട്ടെന്നൊരു ധൈര്യശാലിയും പിന്നെ നല്ല സ്നേഹമുള്ളവനുമായിട്ട് മാറി. ചെസ്റ്ററിന് വന്ന മാറ്റമൊന്ന് നോക്കിക്കേ. കിസ്സിംഗ് ഹാൻഡ് കിട്ടുന്നതിന് മുമ്പ് അവൻ കരയുകയായിരുന്നു, പേടിച്ചിരിക്കുകയായിരുന്നു, വീട്ടിൽ നിൽക്കണമെന്ന വാശി പിടിക്കുകയായിരുന്നു, അല്ലേ? എന്നാൽ അതിനുശേഷമോ അവൻ എത്ര ധൈര്യശാലിയായി! എന്താ കാരണം? അമ്മയുടെ സ്നേഹം എപ്പോഴും തന്റെ കൂടെ തന്നെയുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ധൈര്യമൊക്കെ വന്നപ്പോ പെട്ടെന്ന് ചെസ്റ്ററിന്റെ മനസ്സില് ഒരു നല്ല ഐഡിയ തോന്നി. അവൻ ഒരു കുസൃതി ചിരിയോടെ അമ്മയുടെ നേരെ തിരിഞ്ഞു. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ കൈയൊന്ന് തന്നേ. എന്നിട്ടവൻ അമ്മയുടെ കൈവെള്ളയിലും ഒരു ഉമ്മ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, ഇപ്പം അമ്മയ്ക്കും കിട്ടി ഒരു കിസ്സിംഗ് ഹാൻഡ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ സമ്മാനം അവന് എത്രമാത്രം ഇഷ്ടമായെന്നും ആ സ്നേഹം തിരികെ നൽകാൻ അവൻ എത്രമാത്രം ആഗ്രഹിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇത്രയും മനോഹരമായ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? എന്താണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം? ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്നേഹം ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമുക്കത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും വെച്ച് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് കുറച്ചു ദൂരെയായിരിക്കുമ്പോൾ അവരുടെ ആ സ്നേഹം ഓർത്താൽ മതി, അത് നമുക്ക് വലിയൊരു ശക്തി തരും.
അതുപോലെ തന്നെ ചെസ്റ്റർ സ്കൂളിലേക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടി പോയപ്പോ അവന്റെ അമ്മ എന്തു ചെയ്തുന്നറിയാമോ? അവൻ കൊടുത്ത ആ കിസ്സിംഗ് ഹാൻഡ് കവിളിൽ വെച്ച് അവന്റെ സ്നേഹം അറിഞ്ഞു. അപ്പൊ കണ്ടോ, ഈ സ്നേഹസമ്മാനം രണ്ടുപേർക്കും ഒരുപോലെ ആശ്വാസം കൊടുത്തു. ശരി, അപ്പൊ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് ഓർത്തു നോക്കിയാലോ? ഈ മനോഹരമായ കഥ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കാൻ ഇത് സഹായിക്കും. ആദ്യത്തെ പോയിന്റ്, ചെസ്റ്റർ റാക്കൂണിന് ആദ്യമായി സ്കൂളിൽ പോകാൻ പേടിയായിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? അവന്റെ അമ്മയുടെ സ്നേഹമോർക്കാൻ അവനൊരു കിസ്സിംഗ് ഹാൻഡ് കിട്ടി. ആ കൈവെള്ളയിലെ ഉമ്മ അവനൊരുപാട് ധൈര്യവും ശക്തിയും കൊടുത്തു. അതോടെ അവനൊരു കാര്യം മനസ്സിലായി, അമ്മയുടെ സ്നേഹം എവിടെ പോയാലും തന്റെ കൂടെയുണ്ടാകുമെന്ന്. പിന്നെ സ്കൂളിൽ പോകുന്നതിന് തൊട്ടുമുൻപ് ചെസ്റ്റർ അമ്മയ്ക്കും ഒരു കിസ്സിംഗ് ഹാൻഡ് തിരികെ നൽകി. അപ്പോൾ ഇതിലെ പ്രധാന പാഠം എന്താണ്? നമ്മൾ അകലെയായിരിക്കുമ്പോഴും സ്നേഹം നമുക്ക് വലിയൊരു ശക്തി തരും. അപ്പോൾ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ഈ നല്ല കഥ നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം ചെയ്യണം, എല്ലാവരും ഈ കഥ സ്വന്തമായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കണം. മറക്കരുതേട്ടോ. ശരി, പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കിസ്സിംഗ് ഹാൻഡ് നിങ്ങൾക്ക് എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും? എപ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾക്കതിന്റെ ആവശ്യം വരുന്നത്? ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.